എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ അഥവാ ഭൂതകാലത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ടെൻസാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മലയാളത്തിൽ ഇപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവൻ വായിക്കുകയായിരുന്നു, ഇത് കഴിഞ്ഞ കാലമാണ് പറയുന്നത്. അതുപോലെ കുട്ടികൾ അവിടെ കളിക്കുകയായിരുന്നു, ഇതൊക്കെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് മറാഠിയിൽ ഈ ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസസ് പറയാം എന്ന് നമുക്ക് നോക്കാം. മറാഠിയിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് അപൂർണ ഭൂത്കാൾ അഥവാ ചാലു ഭൂത്കാൾ എന്നാണ് പറയുക. എന്നത്തെയും പോലെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കിത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്? ഒരു ആക്ഷൻ വേർഡ് വേണം, അല്ലേ? ഏത് കാര്യമാണ് നമ്മൾ പാസ്റ്റിൽ ചെയ്തത് എന്ന് സൂചിപ്പിക്കാൻ ഒരു ആക്ഷൻ വേർഡ് നമുക്ക് ആവശ്യമാണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കളിക്കുക എന്ന വാക്കെടുക്കാം. അപ്പോൾ കളിക്കുക എന്നതിന് എന്താണ് മറാഠിയിൽ പറയുക? ഖേളണേ എന്നാണ് പറയുക. നമ്മൾ ആക്ഷൻ വേർഡ്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ വാക്ക്. ഖേളണേ എന്നത് ഒരു റൂട്ട് വേർഡാണ്. ഇനി ടെൻസ് അനുസരിച്ചിട്ടും ജെൻഡർ അനുസരിച്ചിട്ടും ഈ റൂട്ട് വേർഡിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇതും നമ്മൾ ആക്ഷൻ വേർഡ്സിൻ്റെ ക്ലാസ്സിലും പ്രൊനൗൺസിൻ്റെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഖേളണേ എന്നതാണ് കളിക്കുക എന്നതിൻ്റെ റൂട്ട് വേർഡ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അഥവാ ചാലു ഭൂത്കാളിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ജെൻഡർ അനുസരിച്ചിട്ടും പിന്നെ പ്ലൂരലും സിംഗുലർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ വാക്കിന് മാറ്റങ്ങൾ സെൻറ്റൻസിൽ വരിക എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ആൺകുട്ടി പറയുകയാണ്, ഞാൻ ചെസ്സ് കളിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ ചെസ്സ് കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ ചെസ്സ് കളിക്കുകയായിരുന്നു, എങ്ങനെ വേണമെങ്കിലും പാസ്റ്റിൽ പറയാം. അപ്പോൾ ഞാൻ ചെസ്സ് കളിക്കുകയായിരുന്നു എന്നൊരു ആൺകുട്ടി എങ്ങനെ പറയും? മീ ചെസ് ഖേളത് ഹോത്തോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഖേളണേ എന്നതിന് ആ റൂട്ട് വേർഡ് മാറി ഖേളത്ത് എന്നായി. പാസ്റ്റ് ടെൻസ് സൂചിപ്പിക്കാൻ വേണ്ടി ഹോത്തോ എന്ന് വന്നു. പക്ഷേ ഒരു ആൺകുട്ടി പറയുമ്പോഴാണ് ഹോത്തോ എന്ന് വരിക. ഓക്കെ, അപ്പോൾ മീ ചെസ് ഖേളത്ത് ഹോത്തോ എന്ന് ഒരു ആൺകുട്ടി പറയും. ഇനി ഇതേ കാര്യം ഒരു പെൺകുട്ടി എങ്ങനെ പറയും? മീ ചെസ് ഖേളത്ത് ഹോത്തി. ഇവിടെ ഖേളണേ എന്ന വാക്ക് മാറി ഖേളത്ത് എന്നായി. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്ഷൻ വേർഡ് മാറുമ്പോൾ ഇതുപോലെയാണ് മാറുക, ഖേളത്ത് എന്ന് വരും. ഇപ്പോൾ ഖാണേ എന്നത് മാറിയിട്ട് ഖാത്ത് എന്ന് വരും. മനസ്സിലായില്ലേ? പളണേ ഓടുക എന്നതിന് പളണേ എന്നാണ് പറയുക. അപ്പോൾ പളണേ എന്ന് മാറിയിട്ട് പളത്ത് എന്നായിട്ട് വരും. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ആയിരുന്നു എന്ന് പറയാൻ അർത്ഥം വരുന്ന വാക്കാണ് ഹോത്തോ, ഹോത്തേ, ഇതെല്ലാം. അപ്പോൾ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറയുമ്പോൾ ഹോത്തേ എന്ന് വേണം ചേർക്കാൻ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സൂചിപ്പിക്കാൻ വേണ്ടി. മീ ചെസ് ഖേളത്ത് ഹോത്തേ. ഇനി ഞങ്ങൾ ചെസ്സ് കളിക്കുകയായിരുന്നു എന്ന് പറയാൻ എങ്ങനെ പറയണം? ആംഹി ചെസ് ഖേളത്ത് ഹോത്തോ. ഇവിടെ ആംഹി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഞങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആംഹി. അപ്പോൾ അവിടെ ഖേളത്ത് ഹോത്തോ എന്ന് വേണം വരാൻ. ഇനി നമ്മൾ ചെസ് കളിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിലോ, നമുക്കറിയാം നമ്മൾ എന്ന വാക്കിന് ഉപയോഗിക്കുന്ന മറാഠി വേർഡാണ് ആപ്പൺ. ആപ്പൺ ചെസ് ഖേളത്ത് ഹോത്തോ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരാളോടാണ് പറയേണ്ടത്. നീ ചെസ്സ് കളിക്കുകയായിരുന്നു, ഞാൻ അവിടെ വന്നപ്പോൾ നീ ചെസ്സ് കളിക്കുകയല്ലേ ആയിരുന്നേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ? അത് നമുക്ക് മറാഠിയിൽ നീ ചെസ്സ് കളിക്കുകയായിരുന്നു എന്ന് ഒരു ആൺകുട്ടിയോടോ ഒരു പുരുഷനോടോ പറയണമെങ്കിൽ എങ്ങനെ പറയണം? വീണ്ടും ഖേളണേ എന്ന മൂൽ ശബ്ദം ഖേളത്ത് എന്നാവും. അതിൻ്റെ കൂടെ ആയിരുന്നു എന്നത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് മാറുക. ജെൻഡർ അനുസരിച്ചിട്ടും സിംഗുലർ പ്ലൂരൽ നൗൺ അനുസരിച്ചിട്ടും മാറും. അപ്പോൾ ആദ്യത്തെ തന്നെ മെയിൽ ഒരു ആൺകുട്ടിയോട് നമ്മൾ പറയുകയാണ്, നീ ചെസ്സ് കളിക്കുകയായിരുന്നു ഞാൻ അവിടെ വന്നപ്പോൾ. അപ്പോൾ തൂ ചെസ് ഖേളത്ത് ഹോത്താസ്. നീ ചെസ്സ് കളിക്കുകയായിരുന്നു. മനസ്സിലായോ? ഇവിടെ ഖേളത്ത് ഹോത്താസ് ആയിരുന്നു. ഇനി ഒരു പെൺകുട്ടിയോട് പറയാൻ നേരത്തോ തൂ ചെസ് ഖേളത്ത് ഹോത്തീസ്. ഇവിടെ പ്രോനൗൺ മെയിലായാലും ഫീമെയിൽ ആയാലും നീ എന്ന് പറയാൻ തൂ എന്നാണ് ഉപയോഗിക്കുക. ചെസ്
ഖേളണേ എന്നത് ഖേളത്ത് എന്നായി. ഹോത്താസ് അല്ലെങ്കിൽ ഹോത്തീസ് എന്ന വാക്ക് ഉപയോഗിക്കണം ആയിരുന്നു എന്ന് സൂചിപ്പിക്കാൻ. മെയിലിന് ഹോത്താസ്, ഫീമെയിലിന് ഹോത്തീസ്. തു ചെസ് ഖേളത്ത് ഹോത്തീസ്. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇരുന്ന് ചെസ്സ് കളിക്കുകയായിരുന്നു എന്ന് പറയണം നമുക്ക്. നിങ്ങൾ ചെസ്സ് കളിക്കുകയായിരുന്നു എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ. അതിന് മറാഠിയിൽ എന്ത് പറയണം? തുംഹി ചെസ് ഖേളത്ത് ഹോത്താത്ത്. തുംഹി നിങ്ങൾ, ചെസ് ഖേളത്ത് ഹോത്താത്ത്. ഇവിടെ ഹോത്താത്ത് എന്ന വാക്ക് കേട്ടാൽ അറിയാം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങൾ ചെസ് കളിക്കുകയായിരുന്നു. ഇനി ഇതേ കാര്യം നമുക്ക് ഒരാളേ ഉള്ളൂ, സിംഗുലർ നൗണാണ്, പക്ഷേ അയാളോട് റെസ്പെക്റ്റ് കൊടുത്ത് പറയുകയാണ് നമ്മൾ. നിങ്ങൾ ചെസ് കളിക്കുകയായിരുന്നു. അവിടെ തുംഹി ചെസ് ഖേളത്ത് ഹോത്ത. ഇവിടെ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് ആയിരുന്നു എന്ന് സൂചിപ്പിക്കാൻ ഹോത്ത എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഹോത്ത എന്നത് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു? ഹോത്താസ് അല്ലെങ്കിൽ ഹോത്തീസ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? കാരണം നമ്മൾ അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഹോത്ത എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആയിരുന്നു എന്ന് സൂചിപ്പിക്കാൻ. ഇതേപോലെ താങ്കൾ, താങ്കൾ ചെസ്സ് കളിക്കുകയായിരുന്നു. ഇവിടെയും റെസ്പെക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് താങ്കൾ എന്നതിന് ആപ്പൺ, ആപ്പൺ ചെസ് ഖേളത്ത് ഹോത്ത. താങ്കൾ ചെസ് കളിക്കുകയായിരുന്നു. ഇനി മൂന്നാമതൊരാളെക്കുറിച്ച് പറയാൻ നേരത്ത് എങ്ങനെ പറയണം എന്ന് നോക്കാം. നമ്മൾ പറയില്ലേ അവൻ ചെസ്സ് കളിക്കുകയായിരുന്നു, അത് മറാഠിയിൽ എങ്ങനെ പറയാം? തോ ചെസ് ഖേളത്ത് ഹോത്ത. തോ അവൻ, നമുക്കറിയാതെ. ചെസ് ഖേളത്ത് ഹോത്ത, അവൻ അല്ലെങ്കിൽ മെയിൽ ആയതുകൊണ്ടാണ് ഹോത്ത എന്ന വാക്ക് വരിക, ആയിരുന്നു എന്ന് സൂചിപ്പിക്കാൻ. തോ ചെസ് ഖേളത്ത് ഹോത്ത, അവൻ ചെസ് കളിക്കുകയായിരുന്നു. ഇനി ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ നേരത്തെ എങ്ങനെ പറയാം? തീ ചെസ് ഖേളത്ത് ഹോത്തി. അവൾ ചെസ് കളിക്കുകയായിരുന്നു. തീ അവൾ, ചെസ് ഖേളത്ത് ഹോത്തി കളിക്കുക ആയിരുന്നു. ഇനി ന്യൂട്ടർ ജെൻഡറിൽപ്പെട്ടത്, എന്നത്തെയും പോലെ ഒരു കൊച്ചുകുട്ടി ചെസ് കളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ന്യൂട്ടർ ജെൻഡറിൽ പറയുമ്പോൾ അത് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അത് അവിടെ ചെസ്സ് കളിക്കുകയായിരുന്നു എന്ന് നമ്മൾ കാഷ്വലായിട്ട് പറയില്ലേ, അത് മറാഠിയിൽ എങ്ങനെ പറയാം? തേ ചെസ് ഖേളത്ത് ഹോത്തേ. ഇവിടെ ന്യൂട്ടർ ജെൻഡറാണ്, നപുൻസക് ലിംഗ്, നമ്മൾ നേരത്തെ പഠിച്ചതാണത്. അതിൽ അത് എന്ന വാക്ക് വരാൻ വേണ്ടി തേ എന്നാണ് ഉപയോഗിക്കുക മറാഠിയിൽ. തേ ചെസ് ഖേളത്ത് ഹോത്തേ. ഇവിടെ ഹോത്തേ എന്ന് വേണം പറയാൻ, ആയിരുന്നു എന്ന് സൂചിപ്പിക്കാൻ. ഓക്കെ, അത് നമ്മൾ സിംഗുലർ നൗണാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇതേ കാര്യം പ്ലൂരൽ നൗണിൽ പറയാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൽ ജെൻഡർ പ്ലൂരൽ നൗൺ എങ്ങനെ പറയും? അവർ ചെസ് കളിക്കുകയായിരുന്നു. ഇവിടെ അവർ ആരാണ്? ആൺകുട്ടികളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണ്. അതുകൊണ്ട് അവർ എന്ന് സൂചിപ്പിക്കാൻ തേ എന്ന വാക്കാണ് ഇവിടെ വരിക. തേ ചെസ് ഖേളത്ത് ഹോത്തേ. ഓക്കെ, ഇവിടെ പ്ലൂരൽ ആയതുകൊണ്ട് ഹോത്തേ എന്ന് വരും. നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടു, സിംഗുലർ മെയിലിന് എന്താണ് വരിക? ആയിരുന്നു എന്ന് സൂചിപ്പിക്കാൻ ഹോത്ത എന്ന് വരും. പ്ലൂരൽ മെയിലിന് ഹോത്തേ എന്ന് വേണം പറയാൻ. തേ ചെസ് ഖേളത്ത് ഹോത്തേ. അവർ ചെസ് കളിക്കുകയായിരുന്നു. ഇവിടെ അവർ എന്നത് പുരുഷന്മാരോ ആൺകുട്ടികളോ ആണ്. ഓക്കെ, അടുത്തത് ഫീമെയിൽ ജെൻഡർ പ്ലൂരൽ നൗൺ എങ്ങനെ പറയാം? ത്യാ ചെസ് ഖേളത്ത് ഹോത്യ. ഇവിടെ ത്യാ എന്നത് എന്താ സൂചിപ്പിക്കുന്നത്? പെൺകുട്ടികളെയോ സ്ത്രീകളെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ, സ്ത്രീകൾ. ഓക്കെ, ത്യാ ചെസ് ഖേളത്ത് ഹോത്യ. ഹോത്യ എന്ന് പറഞ്ഞാൽ അവിടെ ആയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഫീമെയിൽ പ്ലൂരൽ നൗൺ ആയതുകൊണ്ട് ഹോത്യ എന്ന് ഉപയോഗിക്കണം. ഇതേ കാര്യം ഇനി ന്യൂട്ടർ ജെൻഡർ പ്ലൂരൽ നൗണിന് വേണ്ടിയിട്ടാണെങ്കിലോ? കൊച്ചു കുട്ടികൾ, ഒന്നിൽ കൂടുതൽ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയണമെങ്കിൽ അവർ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു എന്ന് മലയാളത്തിൽ കാഷ്വലായിട്ട് പറയുന്നത് മറാഠിയിൽ തീ ചെസ് ഖേളത്ത് ഹോത്തി എന്ന് വേണം പറയാൻ. ഇവിടെ തീ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ന്യൂട്ടർ ജെൻഡർ എന്ന് പറഞ്ഞാൽ അവരെ സ്പെസിഫിക് ആയിട്ട് മെയിലും ഫീമെയിലും എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നില്ല. വളരെ കൊച്ചു കുട്ടികൾ, മറാഠിയിൽ അവരെ ന്യൂട്ടർ ജെൻഡറായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് തീ. തീ ചെസ് ഖേളത്ത്
ഹോത്തി അവർ ചെസ് കളിക്കുകയായിരുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റിൽ എഴുതി അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Until we see next time, happy living guys.